ഹലോ, നമസ്കാരം. എന്തായാലും നമ്മൾ വീണ്ടും മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ്. ലെറ്റ്സ് മൂവ് അഹെഡ്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട്. അപ്പൊ ഇന്നത്തെ വിഷയം ശരിക്കും പറഞ്ഞ ആക്സെപ്റ്റൻസ് ആൻഡ് എക്സ്പെക്റ്റിംഗ്. ഈ രണ്ട് വിഷയമാണ്. ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വീകരിക്കുക, അതാണ് ഒന്ന്. അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുക. ഇത് രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണ് വ്യത്യാസം വെച്ചാൽ, അതിന്റെ വിഷയത്തിലേക്ക് വരുന്നതിനേക്കാളും മുൻപ് നമ്മൾ കഴിഞ്ഞ തവണ അരിശത്തിന്റെ വിഷയത്തിലായിരുന്നു. പലരും എന്നോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള മെസ്സേജുകളൊക്കെ ഇടാവുന്ന ഉള്ളോ. അരിശം വരുന്നത് തെറ്റാണോ സാർ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായി. അരിശം വരുന്നത് യാതൊരു തെറ്റില്ല. അരിശം കൊണ്ടുവരണോ വേണ്ടെന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അരിശത്തിനേക്കാളും ബെറ്ററാണ് ആധികാരികമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇന്ന ജോലി ചെയ്യണം, അത്രയ്ക്കേ ഉള്ളൂ. യു മസ്റ്റ് ഡു. ഇനി അത് അവർ ചെയ്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അരിശമോ ദുഃഖമോ സങ്കടമോ ഏതെങ്കിലും ഒരു സെന്റിമെന്റിൽ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അവരെ പ്രവൃത്തി കാരണം കൊണ്ടാണ് എനിക്ക് അരിശം വന്നത്, അവര് കാരണം കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത്, അവര് കാരണം കൊണ്ട്. അപ്പൊ നമ്മൾ എന്ന് മുതലാണ് ഈ അവര് കാരണം കൊണ്ടുള്ള വാക്ക് ഞാൻ നിർത്തുന്നു, അന്നാണ് എൻ്റെ ലൈഫിൽ മാറ്റം വരുള്ളൂ. എനിക്ക് വന്നിരിക്കുന്ന ഏതൊരു തരം വികാരമാണെങ്കിൽ അത് ഞാനാണ് കാരണക്കാരൻ. ടോട്ടലി എൻ്റെ മനസ്സിന്റെ മുകളിലാണ്. കാരണം പല രീതിയിൽ നമുക്ക് റിയാക്ട് ചെയ്യാം അല്ലേ? ഒരു ഒരു ഒരേ സിറ്റുവേഷനിൽ നോക്കിയേ പല ആൾക്കാർ പല തരത്തിലുള്ള റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ നമുക്കത് സാധിച്ചില്ല അല്ലേ? അപ്പൊ അവിടെയാണ് ഒരു വിഷയം വരുന്നത്. അപ്പൊ ഇത് സ്കൂൾ കുട്ടികളുടെ കേസിൽ തന്നെ പറയട്ടെ. ഇത് ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. എവിടുന്നാണ് നമ്മൾ ഈ വക കാര്യങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സ്കൂളിൽ ഒരു സംഭവം സംഭവിച്ചു, കുട്ടികള് പരിഹസിച്ചു. കുട്ടികൾ പരിഹസിച്ചപ്പോൾ വീട്ടിൽ വന്നിട്ട് അച്ഛ, അമ്മ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയണം, നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത ഉടനെ പേരൻസ്, ആ ഞാനൊന്ന് സ്കൂളിലേക്ക് വിളിക്കട്ടെ, ആ ചെക്കനെ ഞാൻ നോക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ആ റിയാക്ഷൻ കാണുമ്പോ ഈ കുട്ടി പഠിക്കുന്നത് എന്താണെന്ന് അറിയോ? ഈ കുട്ടി പഠിക്കുന്നത് അത് ശരി, അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളിൽ ഹാർഷായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യാൻ അവന്റെ അബോധ മനസ്സിൽ അത് റെക്കോർഡിങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കാം, അത് ഭാവിയിൽ അവനും നമുക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് നമ്മൾ പലപ്പോഴും റിയാക്ട് ചെയ്യുന്ന അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനത്തെ പല വിഷയങ്ങൾ കാരണം കൊണ്ടാണ്. വേറെ റീസൺസും ഉണ്ടാവും ഓഫ് കോഴ്സ്. നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് എല്ലാ സൈഡും നമ്മൾ നോക്കണം. അപ്പൊ എന്താണ് ആ സമയത്ത് മക്കളോട് പറയേണ്ടിയിരുന്നത്? അത് സാരില്ലേ മോനെ, അത് അവര് പറയുന്ന വിഷയല്ലേ. അപ്പൊ ഞാൻ എന്റെ മക്കളോടും ഇങ്ങനെ തന്നെയാണ് പറയാ. അവര് കഴുതെന്ന് വിളിക്കുക, എന്ത് വേണമെങ്കിലും അവര് വിളിച്ചോട്ടെ, അത് അവരെ ആശയല്ലേ. പക്ഷെ നമ്മളതല്ലല്ലോ. അപ്പൊ നമ്മൾ എന്തിനോ റിയാക്ട് ചെയ്യണം. പക്ഷെ എന്നാലും അവര് പറയേ അത് എന്നാലും ശരിയല്ല, ഇങ്ങനെയല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല നോക്ക. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അത് അന്വേഷിക്കാവുന്ന ഒരു വിഷയമുള്ളൂ. എന്നിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ക്ലാരിഫൈ ചെയ്യാവുള്ളൂ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ മാറ്റം വരേണ്ടത് നമ്മുടെയിൽ തന്നെയാണ്. കാരണം നമ്മുടെയിൽ മാറ്റം വന്നാൽ അത് ലൈഫിൽ നമുക്ക് വലിയൊരു ഗുണം ചെയ്യും. അപ്പൊ പല ആൾക്കാർ ഇങ്ങനെ പറയണ സമയത്ത് എന്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ആരും വിഷമം വിചാരിക്കരുത്. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾ ഏത് ജാതി, ഏത് മതം, ഏത് പദവി, എത്ര വലിയ പൊസിഷൻ ആണെങ്കിൽ പോലും ഇങ്ങനെ പറയുന്ന സമയത്ത് പലരും പറയും, ഓ പിന്നെ പുണ്യാളൻ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുണ്യാളനും ഒരു മനുഷ്യൻ തന്നെയാ, നമ്മളും മനുഷ്യൻ തന്നെയാ. പക്ഷെ പുണ്യാളനും നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, അവൻ അവന്റെ സ്വഭാവത്തിന്റെ മുകളിൽ അവന് നല്ല കൺട്രോൾ ഉണ്ട്. അദ്ദേഹത്തിന് ആ കൺട്രോൾ ഉണ്ട്. നമ്മുടെ കയ്യിലോ നമ്മൾ ഓട്ടോമാറ്റിക് മോഡിലാണ് കടന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറുത് കാണുമ്പോഴേക്കും നല്ല ടേ എന്ന് വെച്ചിട്ട് നമ്മൾ തെറിക്കാണ്. അവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. ഇതില് പാസ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറന്നേ പറ്റൂ. ഇത് ഭഗവത്ഗീതയിലും ഉണ്ട്, ബൈബിളിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത്, സത്യം പറഞ്ഞ ഈ വക കാര്യങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിനെ കുറിച്ച് പഠിപ്പിക്കില്ല. അവരാകെ എന്താ പറയാ, ഇന്ന ഇത് ഈ കർമ്മം ചെയ്യ, ആ കർമ്മം ചെയ്യുന്നത് മാത്രമാണ്.
പഠിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളെ കുറിച്ചിട്ടാണ്. എന്താ കാര്യം വെച്ചാൽ പാസ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മൾ മാറ്റാതെ അത് എവിടെ കിടക്കുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത്. നമ്മൾ പുറമേന്ന് കാണുന്ന ഒരു മനസ്സുണ്ട്, അതല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു മനസ്സുണ്ട്. പണ്ട് ഏതോ കാലത്ത് സംഭവിച്ച വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. പതുക്കെ പതുക്കെ അത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ചില വ്യക്തികളിൽ അത് വയലന്റ് സ്വഭാവമായി മാറും. അരിശം അങ്ങനെയുള്ളത്. ചിലര് കയ്യും കാലും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങും, ആയുധങ്ങൾ ഉപയോഗിക്കാൻ. ചിലര് ഡിപ്രഷനിലേക്ക് പോകും, ഒറ്റപ്പെട്ടിട്ട് എന്നെ ആരും സ്നേഹിക്കില്ല, എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കടന്നു പോവാണ്. ഇവിടെ ആ വ്യക്തികൾക്ക് നമ്മൾ റെഗുലർ ആയിട്ട് ഈ ഒരു ക്ലാസ് റെഗുലറായിട്ട് കേട്ടാലാണ് ഇതിന്റെ കൂടുതൽ ഡെപ്തിലേക്ക് മനസ്സിലാവുള്ളൂ. ഉറപ്പായിട്ടും എന്നെ സംബന്ധിച്ച് ഇത് ഞാൻ ഷോർട്ട് ആക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. ചില സങ്കടങ്ങൾ നമുക്ക് കാലങ്ങളോളം നിൽക്കും. ഇപ്പൊ എക്സാമ്പിൾ, നമ്മുടെ കുടുംബത്തിൽ വളരെ വേണ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മരിച്ചുപോയി. ഞാൻ വളരെ ഡെസ്പായിട്ട് അയാൾ തന്നെയായിരുന്നു എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ലൈഫിൽ ഞാൻ ഒരിക്കലും മുന്നോട്ട് പോവില്ല. ഒരു കൈ ഒടിഞ്ഞാൽ ആ കൈ നന്നാവാൻ മിക്കവാറും 1 മാസം, മാക്സിമം 3 മാസം കൊണ്ട് അത് റെഡിയാവും. പക്ഷെ മനസ്സിൽ പറ്റിയിരിക്കുന്ന മുറിവ് നമുക്ക് വേണമെങ്കിൽ ആ നിമിഷം കളയാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് പതുക്കെ കളയുകയും ചെയ്യാം. ഉറപ്പായിട്ട് ഞാൻ അതിന്റെ ടെക്നിക്ക് പഠിപ്പിക്കും. പക്ഷെ അത് ഞാൻ വർഷങ്ങളോളം കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതെന്റെ ലൈഫിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പ്രൊഫഷണൽ ഇതിൽ പ്രശ്നം ഉണ്ടാക്കും, ഫാമിലി ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കും, സോഷ്യൽ ഇതിൽ പെരുമാറ്റത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നീ അന്നത്തെ ഒരു ബുദ്ധിമുട്ട് ആ രാത്രി കിടക്കണേക്കാളും മുന്നേ മാച്ച് കളഞ്ഞേ പറ്റൂന്നാ. നമ്മളൊക്കെ പറയും, അത് പറയാൻ വളരെ എളുപ്പമാണ്. അല്ല അല്ല, എളുപ്പം തന്നെയാണ്. അത് എന്താ വെച്ചാൽ അത് എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്ന് മാത്രം നമ്മളെ ആരും പഠിപ്പിച്ചില്ല. ഉപദേശിക്കാൻ എളുപ്പമാണ്, ആ വഴി കാണിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തണം. എക്സാമ്പിൾ, പ്രശ്നങ്ങൾ ഒരുപാട് തരമുണ്ട്. ഇതിലത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം, അരിശം. എനിക്ക് പെട്ടെന്ന് അരിശം വരണം, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ്. എന്താണ് അതിന്റെ കാരണം? കാരണം വളരെ സിമ്പിളാണ്. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മുന്നോട്ട് പോണില്ല, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ കൂടെ ഉള്ളവർ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം സാഹചര്യങ്ങൾ കറക്റ്റ് ആവുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന സമയത്ത് എത്തണം, 5 മണിക്കൂർ മുൻപേ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, 3 മണിക്കൂറിന്റെ യാത്രയുള്ളൂ, എന്നാൽ പോലും കഷ്ടകാലത്തിനൊരു ട്രാഫിക് ജാമിൽ പെട്ടു. നമുക്ക് ആ അവസരം നഷ്ടപ്പെടാണ്. വാസ്തവത്തിൽ വലിയൊരു അവസരമായിരിക്കും. അവിടെ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആയിട്ട് നമ്മൾ കടിച്ചു കീറിയിട്ട് എന്താ കാര്യമുള്ളത്? ഇറ്റ് വാസ് ടു ഹാപ്പൻ. അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പൊ പലരും എങ്ങനെയാണ് പറയാ, ഞാൻ എന്തായാലും എനിക്ക് നന്നാവാൻ പറ്റില്ലടോ, എനിക്ക് ഏത് നേരം അരിശം വരണം. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെ ഈ അരിശം വരുന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൂട്ടി ഉണ്ടായിരുന്നു. അത് പിന്നെ എങ്ങനെയാടോ ഞാൻ നന്നാവാ, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്താണ്. അപ്പൊ ചുരുക്കം പറഞ്ഞ എന്താ സംഭവിച്ചേ? നമ്മൾ ഓട്ടോമാറ്റിക് മോഡ് നേരത്തെ പറഞ്ഞ പ്രകാരമാണ്. എന്താണ് ഈ ഓട്ടോമാറ്റിക് മോഡ്? ഈ വിമാനങ്ങള് ഇറങ്ങണ കയറുന്ന സമയത്ത് മാത്രമേ മെയിൻ പൈലറ്റിന്റെ കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടാവാറുള്ളൂ. അതർവൈസ് ഈ വിമാനം ഓട്ടോമാറ്റിക് മോഡിലാണ് പോവാ. പിന്നെ അവന് അവിടെ പൈലറ്റ് അവിടെ ഇരിക്കണം എന്നില്ല, അവന് സുഖമായിട്ട് കറങ്ങാം. അപ്പൊ ആ കറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? ഓട്ടോമാറ്റിക് മോഡിലേക്കാണ് ഫ്ലൈറ്റ് പോണത്. ഇതേ പ്രകാരം അരിശം നമുക്ക് ഓട്ടോമാറ്റിക്കായി പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ മോശമായ വാക്കുകൾ, വളരെ കേൾക്കാൻ സുഖമില്ലാത്ത പല വാക്കുകൾ താനെ അവരെ വായന്ന് വന്നു പോണതാണ്. അവർ ഉദ്ദേശിച്ചിട്ടല്ല. ഞാൻ പലപ്പോഴും പല ആൾക്കാരോട് ചോദിച്ചേ, നീ ഇപ്പൊ തന്നെ പറഞ്ഞ വാക്ക് അത് കറക്റ്റ് ആയില്ലല്ലോ എന്ന് പറയുമ്പോ ഞാൻ അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടേല എന്ന് തന്നെ ആയിരിക്കും. റെക്കോർഡ് ചെയ്ത് കാണിക്കുമ്പോഴാണ് അവർ പറഞ്ഞ, ഓ അങ്ങനെ ഒക്കെ വന്നു പോയത്, ഞാൻ അറിയാണ്ട് വന്നു പോയത്, ഇഷ്ടം എന്നെ ക്ഷമിക്കി. അപ്പൊ എന്താ കാര്യം വെച്ചാൽ നമ്മുടെ കയ്യിൽ പലതും ഓട്ടോമാറ്റിക് മോഡ് വരാനുള്ള കാരണം എന്റെ ജീവിതത്തിൽ പണ്ട് സംഭവിച്ച പല വിഷയങ്ങളാണ്. അപ്പൊ നമ്മൾ വീണ്ടും ന്യായീകരിക്കുകയാണ്.
എന്താ ചെയ്യാടോ ജീവിതത്തില്, അല്ലെങ്കിൽ ആകെ ടെൻഷനും കാര്യങ്ങളും, ആകെ ചെറിയൊരു സുഖത്തിന് വേണ്ടി ഒരു രണ്ട് പെഗ് അടിക്കല്ലേ. എന്ത് അതാണോ ഇത്ര വലിയ തെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള, വി ഓൾവേസ് ഫൈൻഡ് റീസൺ. ഞാൻ ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു ഇങ്ങനെ. അപ്പൊ എല്ലാത്തീന്നും ഓടി രക്ഷപ്പെടലാണ് ഈ സ്വഭാവം. ഇൻ റിയാലിറ്റി നമ്മൾ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ലൈഫ് എൻജോയ് ചെയ്യുന്നോണ്ട് വിരോധമൊന്നുമില്ല. അത് വല്ലപ്പോഴും റെയർ ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇഫ് യു ആർ സീക്കിംഗ് എൻജോയ്മെന്റ് റെഗുലർലി, സ്ഥിരം ഡെയിലി ഞാൻ ആ എൻജോയ്മെന്റിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഞാൻ ശരിക്കും ആ എൻജോയ്മെന്റിന്റെ എഡിക്റ്റ് ആയിരിക്കുകയാണ്. ഇവിടെ എഡിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് പലരും വിചാരിക്കും മദ്യപാനം, പുകവലി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തോ മറ്റേ കെമിക്കൽ ഉപയോഗങ്ങൾ അതോ മാത്രമാണെന്നാ. അല്ലാട്ടാ. എഡിക്ഷൻ എന്താണെന്ന് അറിയാം. എനിക്ക് മൊബൈൽ കണ്ടല്ലാണ്ട് എനിക്ക് ഉറക്കം വരില്ല. ഒരു ദിവസം മൊബൈൽ ഇല്ലാണ്ട് നമുക്ക് ഒന്ന് കഴിയാൻ നോക്ക്. ഒരു ദിവസം ടി വി സീരിയൽ കാണാണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത് ഒരു മൊബൈൽ തൊടാണ്ട് ഒരു 4 മണിക്കൂർ യാത്ര ചെയ്യും. പലരും എന്നോട് പറയാറുണ്ട് അത് നടക്കാത്ത കാര്യമാണ് സാറേ. ട്രെയിൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും 5.5 മണിക്കൂർ വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ് നടക്കണ കാര്യമാണോ? നടക്കണ കാര്യമാണ്. കാരണം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവർ അനൗൺസ് ചെയ്യാറുണ്ട്, പ്ലീസ് സ്വിച്ച് ഓഫ് ദ മൊബൈൽ ഫോൺ ഓർ പുട്ട് ഇറ്റ് ഓൺ ഫ്ലൈറ്റ് മോഡ്. അപ്പൊ ആ 4-5 മണിക്കൂർ ഞാൻ അത് സൈലന്റ് ചെയ്തില്ലെങ്കിൽ ആ സിഗ്നലിന്റെ ഇന്ററപ്ഷൻ കാരണം കൊണ്ട് വിമാനത്തിന്റെ സിഗ്നലിൽ ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിമാനം തകരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ വേണ്ടാന്ന് വെക്കണ്ടേ ആ സമയത്ത്. അപ്പൊ ചിലവർ പറയാം ഐ ഇത് വിമാനത്തിൽ പോണവർക്കല്ലേ എന്നാണ്. അത് ന്യായീകരണം കാണലാണ് നമ്മുടെ ഏറ്റവും മെയിൻ പ്രശ്നം. അപ്പൊ ലെറ്റ് us see the റിയാലിറ്റി. എന്താണ് സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇനി ചില ആൾക്കാര് ഒരു പക്ഷേ ടൈം പാസിന് സീരിയലും മൊബൈലും അല്ല, പക്ഷെ ഫുൾ ടൈം വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ പല ആൾക്കാരെ കണ്ടിട്ടുണ്ട്, 24 മണിക്കൂർ ഒരു സെക്കൻഡ് ഇല്ലാതെ അവനെ വർക്കിലിടും. കാരണം അവന് റിലാക്സ് ചെയ്യാൻ പേടിയാ, ഭയമാണ്. അപ്പൊ അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഉറക്കത്തിന്റെ ശീലം പ്രത്യേകിച്ച് കോമൺ ആയിട്ട് പറയാം. വൈകിട്ടേ എനിക്കുള്ളൂ, നേരത്തെ എനിക്കാനുള്ള ഒരു മടി. ഞാൻ എന്തിനാ നേരത്തെ എനിക്കിന്? ഇനി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലല്ലോ. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും നേരത്തെ എനിക്കുന്നത്. പക്ഷെ പലരും പറയും അമ്പലത്തിൽ പോടാ, പള്ളിയിലേക്ക് പോടാ, ഇങ്ങനെ. ഓക്കെ, അത് നല്ല കാര്യമാണ്, സ്പിരിച്വൽ ഇത് നല്ലതാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ എണീറ്റാൽ എൻ്റെ ശരീരം ബയോളജിക്കൽ ക്ലോക്കാണ്. ആ ബയോളജിക്കൽ ക്ലോക്ക് പ്രകൃതി നിയമം പാലിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എണീക്കുന്നത്. പിന്നീട് വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ. അപ്പൊ ഇതൊക്കെ കുറെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പൊ ചിലവര് എന്താന്ന് പറയാന്നറിയോ, അടുത്തൊരു ന്യായീകരണം, കാലം മാറുന്ന അനുസരിച്ചിട്ട് മാറും സാർ. നിങ്ങൾ വെറുതെ തിക്കും തിരക്ക് ഉണ്ടാക്കല്ലേ, സമയം പോണ അനുസരിച്ചിട്ടൊക്കെ മാറും. ശരി. ജീവിതത്തിൽ വലിയൊരു സംഭവം സംഭവിച്ചു. മാനസികമായിട്ട് നമ്മൾ ആകെ തളർന്നു. നമ്മൾ അതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് പകരം ആ സാവധാനം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് പല വ്യക്തികൾ കൗൺസിലിങ്ങിൽ വർഷങ്ങളായിട്ട് ഈ പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കാണ്. എനിക്ക് ഇന്നും അങ്ങനത്തെ പല വിഷയങ്ങൾ ഓർമ്മയുണ്ട്. ഒരു ചേച്ചി ആളുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്, ഹോസ്പിറ്റലിൽ കാർഡിയാക്ക് ഇതിൽ കിടക്കാണ്. എന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് പതുക്കെ, ആദ്യം തയ്യാറായിരുന്നില്ല, പിന്നീട് ആ മനസ്സ് തുറന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവർ കരച്ചിലൊക്കെ ആയി. ഡോക്ടർമാർ വന്നു, നിങ്ങൾ എന്തിനാ ഈ പേഷ്യന്റിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ ദ്രോഹിക്കുന്നതല്ല സാറേ, ഷീസ് ഫ്രീ നൗ. പക്ഷെ വാസ്തവത്തിൽ ആളുടെ ബി പിയും ആളുടെ ഇ സി ജിയും ഒക്കെ നോർമലിലേക്ക് അത്ഭുതമാണ് നടന്നത്. 5 മിനിറ്റിന്റെ ഉള്ളിലാ. മെഡിസിന് പോലും സാധിക്കാത്ത കാര്യങ്ങളാ. അപ്പൊ എന്താ കാര്യം വെച്ചാൽ കാലം പോണ അനുസരിച്ചിട്ട് എൻ്റെ മുറിവുകൾ മാറും എന്നുള്ള ചിന്താഗതി, അത് തെറ്റാണ്. കാലത്തിന് വിട്ട് കഴിഞ്ഞാൽ അത് എത്ര ദിവസം, എത്ര മാസം, എത്ര വർഷമാണെന്ന് നമുക്കൊന്നും അറിയില്ല. ഒരു പക്ഷെ നമ്മൾ മരിക്കുന്നത് തന്നെ ആ ഒരു വേദന മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അതിനെന്താണ് ആദ്യത്തെ ഈസി പരിഹാരം? ടോക്ക് ടു സംവൺ. ആരോടാണ് സംസാരിക്കേണ്ടത്? നിങ്ങള്
അത്രയ്ക്കും വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് പറയാതെ ഇരിക്കുന്ന ഏതെങ്കിലും നല്ലൊരു ഫ്രണ്ട്. പല കൂട്ടായ്മകളിലുണ്ട്, അവർക്ക് മറ്റേ എന്താണ് കുമ്പസാരം കൗൺസിലിംഗ് ഒക്കെ പറയും. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ, നമുക്ക് വിശ്വാസമുള്ള വ്യക്തികൾ മറ്റുള്ളവർ പറയില്ല. ചിലർ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറയും, അങ്ങനെ പല. അതെന്താ വെച്ചാൽ അത് ഒരു പാർഷ്യലി ഹെൽപ്പ് ചെയ്യും. പാർഷ്യലി ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറയുന്ന സമയത്ത് നമ്മുടെ ഭാരം കുറച്ച് ഇറങ്ങിയ പോലെ തന്നെയാണ്. പക്ഷെ ഈ കേട്ട് നിൽക്കുന്ന വ്യക്തി നാളെ അത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുക, അങ്ങനെ പല വിഷയങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പതുക്കെ പതുക്കെ നമ്മൾ എന്താണ് പഠിക്കണം? നമ്മൾ പതുക്കെ പഠിക്കണം ഇതിനെ എങ്ങനെ കളയാം. വി മസ്റ്റ് ലേൺ. അപ്പൊ അത്രയ്ക്കും കറക്റ്റുള്ള വ്യക്തികളോട് ഷെയർ ചെയ്തോളൂ. ആത്മീയ മേഖലയിലുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്രയും പെർഫെക്റ്റിലേക്ക് പോണ വ്യക്തിയാണെങ്കിൽ. കാരണം അവർക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. അവർ ഒരു ചെവി കൊണ്ട് കേട്ടു, അടുത്ത ചെവി കൊണ്ട് അവർ മറന്നുപോയി, അത്രയ്ക്കേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ആയിരക്കണക്കിന് ഡെയിലി കേൾക്കണ്ട. അപ്പൊ അവർക്കത് വിഷയമില്ല. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് പറയാം. യഥാർത്ഥത്തിൽ നമ്മുടെ മാനസിക വിഷമങ്ങൾ, പ്രശ്നങ്ങൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതാണ് നല്ലത്. അപ്പൊ അത് എങ്ങനെ, എന്തുകൊണ്ട്, അതിനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അടുത്ത എപ്പിസോഡിൽ കവർ ചെയ്യുന്നതാണ്. 4ാമത്തെ എപ്പിസോഡ്. അപ്പൊ 3ാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അധികം സംസാരിക്കില്ല. എന്താ കാര്യം വെച്ചാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും തിക്കും തിരക്കുള്ള ഒരു ജീവിതമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യം എല്ലായിടത്തും ഉണ്ടാവട്ടെ. ഒന്ന് മാത്രമേ ഉള്ളൂ, സന്തോഷം സമാധാനം ഉണ്ടെങ്കിൽ താനെ നമുക്ക് എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ. അപ്പൊ അതിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.